എടി മൈന നീ സ്കൂളിലില്ലയോ? ഇല്ലടാ എനിക്ക് പനിയാ, നീ വിളിക്കോ? അങ്ങനെ പറഞ്ഞ അങ്ങനെ എങ്കിൽ ഞാനും പോകുന്നില്ല പുല്ലി. നിങ്ങൾക്ക് എന്നെ പാപ്പിക്കാനാ കടത്തോളം പോയടാ എന്ന് തിരക്കടി അങ്ങോട്ട്. അല്ലേ ചെറുക്കന്റെ ഭാഷയും എടുത്തേം കണ്ടില്ലേ? പൊടി അവിടെ നിന്ന് നീ കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. എനിക്കറിയാം. അതാ നീട്ടുണ്ടാക്കുന്നത്. ചെയിൻ ലൂസാന്ന് പറഞ്ഞല്ലേ എന്നോട്. കുഞ്ഞു കളിക്കാൻ നടക്കുന്നു. എന്താടാ വച്ചു ക്ലാസ്സില്ലേ? ഞാൻ എന്റെ അടുത്താ ക്ലാസ്സില്ലേ ഒന്ന്. ഞാൻ പോകുന്നില്ല. എന്തോ പോകുന്നില്ലെന്ന് താനൊന്നും പറയടാ, ഞാൻ പോണില്ല. കൂടുതൽ നിർബന്ധം പിടിക്കാൻ അടങ്ങാൻ പോവാത്തന്റെ കാര്യം പറയടാ. മൈനെ കണ്ട്. എന്തോ ഒറ്റ മൈനെ? അല്ലാണ്ട് അച്ഛനാ ഒറ്റ മൈന. അതിന് അതിന് 2 മൈനെ കാണാൻ കൂട്ടുകാരി പോകാൻ പറ്റത്തില്ല. എന്നെ അടുത്തിട്ട് അടിക്കാൻ എനിക്കല്ലേ തോന്നുന്നത്. രായന്റെ വീട്ടിൽ വീട്ടില് ഒരു മൈനടപ്പുണ്ട്. കണ്ടിട്ട് പോകാൻ സ്കൂളിൽ പോകാൻ. ഇയാൾ ചുമ്മാ കുടുംബ പ്രശ്നത്തെയാണ് പറഞ്ഞില്ലേ? അവന്റെ രായന്റെ കൂട് മുട്ടയൊന്നും ഇരിക്കില്ലല്ലോടോ. പൈസ വീട്ടിലോട്ട് നന്നാക്കിട്ട് കുത്താ. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. ഈ കുരുപ്പിനെ പഠിപ്പിച്ച് കുടുംബം രക്ഷപ്പെടുത്തി കണ്ണടക്കാന്ന് വിചാരിച്ചു. ഞെക്കി കളഞ്ഞില്ല കുത്തി പഴിക്കൂടെ. എവിടെ പോടാ? വെളിയും വെച്ചോണ്ട് നടന്നോ? അവിടെ പൊത്താനില്ലാത്തേ തള്ളടമായിരിക്കുന്നോത്ത ഞാനാ കേൾക്കുന്നത്. വെളിയം പറമ്പോ പൊത്താനെല്ലാം തള്ളായിരിച്ച് ചേർത്ത്. അതൊന്നും കാണുന്നില്ല. ഇയാള് വേഗം വീട്ടിലോട്ട് അത് നോക്കണ്ട. കൊച്ചുണ്ണു നോക്കിയായിരിക്കും. കാലനെ കൊണ്ട് മനുഷ്യന്. നീ എവിടെ പോകും? ഞാൻ മില്ലി പോന്ന്. എന്തോത്തിന്? തടി ഇറക്കാം മാറോ അങ്ങോട്ട്. അവിടെ നിന്ന എന്തോ കാണിക്കുന്നത്? 10 നോക്കൂലേ പോ. ചെറുക്കൻ്റെ കയ്യിന്നുള്ള പൈസ മേടിച്ചിട്ട് പറഞ്ഞുവിടാൻ നോക്കും. ചുമ്മാ കുഞ്ഞു കളിക്കാൻ. നിങ്ങൾ അണ്ണനും തമ്മിയും കൂടെ അങ്ങ് തീർത്താ മതി. പപ്പോ ഗ്യാസ് കയറി ഇറങ്ങടാ. പണ്ടാരടങ്ങാനായിട്ട് മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലേ. പോത്തിന്റെ അടിച്ചില്ലടാ കേൾക്കുന്ന. അയ്യോ